ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പ് കേസിൽ പ്രതികളെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. കമ്പനി ഉടമ പ്രതാപൻ, ഭാര്യയും സിഇഒയുമായ ഷീന എന്നിവരെയാണ് ഹാജരാക്കുക. ഇന്നലെ ഹാജരായ ഇവരെ രാത്രി വൈകിയും ചോദ്യം ചെയ്തിരുന്നു. തുടർന്ന് ഇന്ന് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെടുകയായിരുന്നു. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, അന്വേഷണ സംഘത്തോട് ഇവർ സഹകരിക്കുന്നുണ്ടോ? ഇന്നലെ ഏറെ നേരം ചോദ്യം ചെയ്തിരുന്നു. കാര്യമായ വിവരങ്ങൾ ഇവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണോ അറിയുന്നത്? രേണുക, ഇവരിൽ നിന്ന് ഇനിയും വിവരങ്ങൾ ലഭിക്കാനുണ്ട് എന്ന നിലപാടിലാണ് ഇ ഡി എത്തി നിൽക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് ഇവർ നടത്തിയിരിക്കുന്നു. ഏതാണ്ട് ഇ ഡിയുടെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ 3000-ലധികം കോടി രൂപയുടെ ഒരു തട്ടിപ്പ് ഇവരുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇ ഡിയുടെ അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഏതാണ്ട് 100 കോടിയിലധികം രൂപ പുറത്തേക്ക് രാജ്യത്തിന് പുറത്തേക്ക് തന്നെ അനധികൃതമായി കടത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ സാമ്പത്തിക കുറ്റങ്ങൾ ഇവർക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളടക്കം വേണം. മാത്രവുമല്ല, മണി ചെയിൻ മാതൃകയിലാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. അത് ആ രീതിയിൽ തന്നെയാണ് കൂടുതൽ ആളുകളുമായിട്ട് ഇടപാടുകളടക്കം നടത്തിയിരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. പക്ഷേ ഇത് കോടതിയുടെ പരിഗണനയിൽ നിലവിൽ ഈ കേസ് ഇരിക്കുന്നത് കൊണ്ട് മുൻകൂർ ജാമ്യം തേടിക്കൊണ്ടാണ് കോടതിയുടെ പരിഗണനയിലേക്ക് വന്നത്. അതുകൊണ്ട് ആ സമയത്ത് കോടതി ചോദിച്ച കാര്യങ്ങളിൽ എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരായിക്കൂടാ എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഇവരെ മുൻകൂർ ജാമ്യാപേക്ഷ ഇതുവരെയും തള്ളിയിട്ടുമില്ല. അത് കോടതിയുടെ പരിഗണനയിൽ തന്നെ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ കൂടുതലായിട്ട് തന്നെ നീണ്ടുപോകുന്നത്. ഇന്ന് വിജേഷ് പിള്ള എന്നൊരാളോട് കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഈ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വാർത്തകളിൽ ഇടം നേടിയ ഒരാളായിരുന്നു വിജേഷ് പിള്ള. അന്ന് സ്വപ്നയ്ക്ക് ഈ കേസ് ഒതുക്കുന്നതിന് വലിയ തുക വാഗ്ദാനം ചെയ്തു എന്നതടക്കമുള്ള പരാമർശങ്ങൾ വിജേഷ് പിള്ളയുടേതായിട്ട് വന്നിരിക്കുകയും അയാൾ ആ സമയത്ത് വിജേഷ് പിള്ള നിഷേധിക്കുകയും ചെയ്തു. ഈ കേസിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഇയാളുടെ കയ്യിൽ നിന്ന് OTT പ്ലാറ്റ്ഫോം അടക്കമുള്ളൊരു ആ കാര്യവുമായി ബന്ധപ്പെട്ട ഹൈറിച്ച് നടത്തിയ ഒരു ഇടപാടുകളുടെ കാരണങ്ങൾ കൊണ്ടാണ് വിജേഷ് പിള്ളയോടടക്കം ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്നലെ ഹാജരായ കമ്പനി ഉടമയായ KD പ്രതാപനും ഭാര്യയും കമ്പനി സിഇഒയുമായ ശ്രീന പ്രതാപൻ രണ്ടുപേരോടും ഇന്ന് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടു. ഇന്നും ചോദ്യം ചെയ്യൽ നടപടികൾ ഇന്നും തുടരുക തന്നെയായിരിക്കും ചെയ്യുക. കാരണം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്തിയതിനു ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് നീങ്ങുക. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ ഒരു